ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് അഥവാ സമാന കോണുകൾ എന്താ നോക്കാം. ഇവിടെ രണ്ട് ലൈൻസും ആ ലൈൻസിനെ കട്ട് ചെയ്തിട്ട് വേറൊരു ലൈനും വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ കട്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനിനെ ട്രാൻസ്വേഴ്സൽ എന്ന് വിളിക്കാം. ഇനി ഇങ്ങനെ രണ്ട് ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ 8 ആംഗിൾസ് കിട്ടും. നമുക്ക് ഈ ആംഗിൾസിനൊക്കെ പേര് കൊടുക്കാം. 1, 2, 3, 4. താഴെ 5, 6, 7, 8. ഇതിൽ ഈ ട്രാൻസ്വേഴ്സലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെ കിടക്കുന്ന ആംഗിൾസ് ഈ 1ഉം അതേപോലെ ലെഫ്റ്റ് അപ്പ് 5. ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ലെഫ്റ്റ് സൈഡിൽ മേലെ കിടക്കുന്ന ആംഗിൾസാണ്. ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാം. ആംഗിൾ 1ഉം ആംഗിൾ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴെ കിടക്കുന്ന ആംഗിൾസ് ലെഫ്റ്റ് ബോട്ടം. അപ്പോൾ ആംഗിൾ 4ഉം ആംഗിൾ 8ഉം ലെഫ്റ്റ് സൈഡിൽ താഴെ കിടക്കുന്ന ആംഗിൾസാണ്. ഈ രണ്ട് ആംഗിൾസിനെയും കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാം. ഇതേപോലെ തന്നെ ഈ ട്രാൻസ്വേഴ്സലിൻ്റെ അതായത് ഈ കട്ട് ചെയ്യണ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ മേലെ കിടക്കുന്ന ആംഗിൾസ് റൈറ്റ് അപ്പ് ഈ 2ഉം 6ഉം കറസ്പോണ്ടിങ് ആംഗിൾസാണ്. ആംഗിൾ 2, ആംഗിൾ 6. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ താഴെ കിടക്കുന്ന ആംഗിൾസ് റൈറ്റ് ബോട്ടം. ഈ താഴെ കിടക്കുന്ന ആംഗിൾസിനെ നമുക്ക് കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറയാം. ആംഗിൾ 3, ആംഗിൾ 7. ഇനി ഈ രണ്ട് ലൈനുകൾ ലൈൻ എ ബിയും അതേപോലെ ലൈൻ സി ഡിയും പാരലൽ ലൈൻസ് ആണെങ്കിൽ, അതായത് ഒരിക്കലും കൂട്ടിമുട്ടാത്ത രണ്ട് ലൈൻസ് ആണെങ്കിൽ അതിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് അവയൊക്കെ സെയിം ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1ഉം ആംഗിൾ 5ഉം ഈക്വലായിരിക്കും, ആംഗിൾ 4ഉം ആംഗിൾ 8ഉം ഈക്വലായിരിക്കും, ആംഗിൾ 2ഉം ആംഗിൾ 6ഉം ഈക്വലായിരിക്കും, ആംഗിൾ 3ഉം ആംഗിൾ 7ഉം ഈക്വലായിരിക്കും. ഈ 8 ആംഗിൾസിൽ ഒരു ആംഗിൾ നമുക്കറിയാമെങ്കിൽ ബാക്കിയുള്ള ആംഗിളുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഈ ആംഗിൾ 1 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 2 എത്രയായിരിക്കും എന്ന് നോക്കാം. ആംഗിൾ 1ഉം 2ഉം ലീനിയർ പെയേഴ്സ് ആണ്, അതായത് രേഖീയ ജോഡികളാണ്. ഒരു ലൈനിൻ്റെ മേലെ കിടക്കുന്ന രണ്ട് ആംഗിൾസ് ആണ്. അപ്പോൾ ലീനിയർ പെയേഴ്സിലുള്ള രണ്ട് ആംഗിളുകൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടും. അപ്പോൾ ഒരു ആംഗിൾ 100 ഡിഗ്രി ആണെങ്കിൽ മറ്റേ ആംഗിൾ 80 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ആണ് കിട്ടുക. അപ്പോൾ ഇത് ഈ ആംഗിൾ 1 100 ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ 2 80 ഡിഗ്രി ആയിരിക്കും. ഇനി രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് കിടക്കുന്ന രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. അപ്പോൾ ഇത് 80 ഡിഗ്രി ആണെങ്കിൽ ഇതും 80 ഡിഗ്രി ആയിരിക്കും. ഇവിടെ 100 ഡിഗ്രി ആണെങ്കിൽ ഇതും ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളും 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ 2യുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിളാണ് ആംഗിൾ 4. അപ്പോൾ ഇതും 80 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ആംഗിൾ 1ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ആംഗിൾ 3. അപ്പോൾ ആംഗിൾ 3 100 ഡിഗ്രി ആയിരിക്കും. രണ്ട് പാരലൽ ലൈനിനെ ഒരു ലൈൻ കട്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് സെയിം ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ആംഗിൾ 1ൻ്റെ കറസ്പോണ്ടിങ് ആംഗിളാണ് ആംഗിൾ 5. ഈ കട്ട് ചെയ്യണ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെ കിടക്കുന്ന ലൈൻസ്. അപ്പോൾ ആംഗിൾ 1ഉം 5ഉം സെയിം ആണ്. അപ്പോൾ ഇതും 100 ഡിഗ്രി. അതേപോലെ ഈ കട്ട് ചെയ്യുന്ന ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെ കിടക്കുന്ന രണ്ട് ലൈൻസാണ് ആംഗിൾ 4ഉം ആംഗിൾ 8ഉം. അപ്പോൾ ആംഗിൾ 4 80 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ 8ഉം 80 ഡിഗ്രി. ഇനി ഈ കട്ട് ചെയ്യുന്ന ലൈനിൻ്റെ മേലെ കിടക്കുന്ന രണ്ട് ആംഗിൾസാണ് ആംഗിൾ 2ഉം ആംഗിൾ 6ഉം. അപ്പോൾ ആംഗിൾ 6 80 ഡിഗ്രി. അടുത്ത കറസ്പോണ്ടിങ് ആംഗിൾസാണ് ആംഗിൾ 3ഉം ആംഗിൾ 7ഉം. അപ്പോൾ ആംഗിൾ 3 100 ഡിഗ്രിയാണ്. അപ്പോൾ ആംഗിൾ 7ഉം 100 ഡിഗ്രി. നമ്മളെല്ലാ ആംഗിളും കണ്ടുപിടിച്ചു. അപ്പോൾ എല്ലാവർക്കും കറസ്പോണ്ടിങ് ആംഗിൾസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെ കിടക്കുന്ന രണ്ട് ആംഗിൾസ് അത് രണ്ടും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അവ രണ്ട് ഈക്വലാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ താഴെ കിടക്കുന്ന രണ്ട് ആംഗിൾസ് അതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അവ ഈക്വലാണ്. ഇനി കട്ട് ചെയ്യുന്ന ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ മേലെ കിടക്കുന്ന രണ്ട് ആംഗിൾസ് അതും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അത് രണ്ടും ഈക്വലാണ്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ താഴെ കിടക്കുന്ന രണ്ട് ആംഗിൾസ് അവയും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്.